അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ CAA നമ്മളെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ആദ്യഘട്ടം ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനമായ ആസാമിലാണ് നടപ്പിലാക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് നിയമസഹായം നൽകുന്നതിന് വേണ്ടി ഞാനും എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് സയ്യിദ് സുഹൈലും ഞങ്ങൾ രണ്ടുപേരും കൂടി ആസാമിലേക്ക് യാത്ര തിരിച്ചിരുന്നു. 2019 എന്നാണ് എൻ്റെ ഓർമ്മ, 6 വർഷങ്ങൾക്ക് മുന്നേ. അങ്ങനെ ഞങ്ങൾ ആസാമിലെ കരീംഗഞ്ച് എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ തമ്പടിച്ചിരുന്നത്. അവിടെ ഏകദേശം 1 മാസത്തോളം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് നിരന്തരം ആളുകളെ കാണുകയും ആളുകൾക്ക് അവരുടെ ആവശ്യമായ ഡോക്യുമെൻസിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും കുറേ ആളുകളൊക്കെ പുറത്തു പോകണമെന്ന് നോട്ടീസ് കിട്ടിയ കുറേ ആളുകൾ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിക്കുകയും ഏതൊക്കെ രേഖകളാണ് ഇപ്പോൾ കയ്യിലുള്ളത് എന്ന് അന്വേഷിക്കുകയും ഇനി തയ്യാറാക്കേണ്ട രേഖകളെക്കുറിച്ചൊക്കെ ഞങ്ങൾ അവർക്ക് വേണ്ട ലീഗൽ അഡ്വൈസ് കൊടുക്കുന്ന ഒരു ക്യാമ്പായിരുന്നു ഏകദേശം 1 മാസത്തോളം ഞങ്ങൾ ആസാമിൽ ചെയ്തിരുന്നത്. അവിടുത്തെ നിയമപാലകരും അതുപോലെ അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്തിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ ക്യാമ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ഒരുപാട് അനുഭവങ്ങൾ, ആയിരക്കണക്കിന് മനുഷ്യന്മാരെ നമ്മൾ കണ്ടപ്പോൾ പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 7 വയസ്സുള്ള ഫിറോസി എന്ന് പറയുന്ന ചെറിയൊരു പെൺകുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കിട്ടിയ ഒരു അനുഭവമുണ്ട്. കാരണം ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും ഇന്ത്യൻ പൗരന്മാരാണ്, പക്ഷെ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള രേഖ. അതുപോലെ ഭർത്താവിന് രേഖയുണ്ട്, ഭാര്യയ്ക്ക് രേഖയില്ലാണ്ട് ഭാര്യ നാട് വിട്ടു പോകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു തമാശ. അതുപോലെ ഭാര്യയ്ക്ക് രേഖയുണ്ട്, ഭർത്താവ് പുറത്തു പോകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു അവസ്ഥ. ഇങ്ങനെ വളരെ രസകരമായ രസകരമെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണത്. പ്രത്യേകിച്ച് ആസാം എന്നൊക്കെ ഉള്ളത് ബ്രഹ്മപുത്ര നദി എല്ലാ കൊല്ലവും കരകവിഞ്ഞൊഴുകി അവിടുത്തെ സർക്കാർ ഓഫീസുകളിൽ വെള്ളം കയറി സ്ഥിരം ഡോക്യുമെന്റുകൾ നശിക്കപ്പെടുന്ന ഒരവസ്ഥ സംജാതമാകുന്ന സംസ്ഥാനങ്ങളാണ് ആസാം, അതുപോലെ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. അവിടെ ഒരു ഡോക്യുമെന്റ് ഇല്ല എന്നുള്ളത് ഒരു സംഭവമല്ല. കാരണം അവിടെ ഗവൺമെന്റിന് പോലും ഇത്തരം ഡോക്യുമെന്റുകൾ സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനമില്ല. അപ്പൊ ഇവിടെയാണ് ജനങ്ങൾക്ക് രേഖകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് നിന്നും പുറത്തു വെക്കാനുള്ള ഒരുമ്പടൽ നടന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ സംഗതി പറഞ്ഞിരിക്കുന്നത് ആ നാട്ടിലുള്ള ആസാമിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്കാണെന്ന് പുറത്തു പോകണമെന്നുള്ള തിട്ടൂരം ഇറങ്ങിയത്. ഇന്നിതാ വീണ്ടും ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ ആസന്നമായ ഇലക്ഷനെ മുന്നോടിയായിക്കൊണ്ട് SIR എന്ന് പറയുന്ന പുതിയൊരു ഫോം ഫില്ലിംഗ് വന്നിട്ടുണ്ട്. SIR എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ്. SIR ഫോം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് ഈ രേഖ. നമുക്കറിയാം, ഈ രേഖ ഞാൻ മിനിഞ്ഞാന്ന് ഫോം ഫില്ല് ചെയ്യാനിരുന്നപ്പോൾ നമുക്ക് തന്നെ ഈ വിഷയത്തിൽ ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഒരുപാട് ആശങ്കകളാണ് മുന്നോട്ട് വന്നത്. ഇത് മുകളിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തു, രേഖകളൊക്കെ ഫില്ല് ചെയ്തു, പിന്നെ നടുവിൽ 2 കോളം പൂർത്തിയാക്കാണ്ട് ബന്ധുക്കളുടെ എപ്പിക് നമ്പർ എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ രേഖകൾ ഇത് ഫോം കൊണ്ടുതരുന്ന BLOസിന് പോലും, ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് പോലും ഈ SIRനെ കുറിച്ചുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോ പോളിസികളോ അറിയുകയില്ല. പിന്നെ സാധാരണക്കാരായ പൗരന്മാർക്ക് എങ്ങനെയാണ് ഈ വിഷയങ്ങൾ ഫോം ഫില്ല് ചെയ്യാനും അത് തിരിച്ച് കൃത്യതയോടുകൂടി ഓഫീസേഴ്സിന് നൽകാൻ കഴിയാം? കേരളത്തിൽ തന്നെ ഈ ഒരു അവസ്ഥ സംജാതമായാൽ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലൊട്ടാകെയുള്ള കോടാനുകോടി വോട്ടേഴ്സിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, കൃത്യമായ രാജ്യത്തിന്റെ പോളിസികളെക്കുറിച്ച് ധാരണയില്ലാത്ത 90% ആളുകൾ വസിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. നഗരങ്ങളിലുള്ള പളവളപ്പിന് പുറമെ ഗ്രാമവാസികൾ ഇപ്പോഴും അന്ധതയിലും ഇരുട്ടിലാണ് ഇന്ത്യ കഴിയുന്നത്. കാരണം ഇപ്പോഴും പഞ്ചായത്തിന്റെ തീരുമാനങ്ങൾ അറിയാത്ത, വില്ലേജിന്റെ നടപടിക്രമങ്ങൾ അറിയാത്ത, ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ സർക്കുലറുകളോ അല്ലെങ്കിൽ അതിന്റെ തീരുമാനങ്ങളോ അറിയാത്ത നിരക്ഷരുടെയും പട്ടിണിപ്പാവങ്ങളുടെയും രാജ്യമാണ് ഇന്ത്യ.
ഈ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പുതിയ ഫോം ഫില്ലിങ്, അതുപോലെ പൗരത്വം അർപ്പിക്കാനുള്ള, ഇത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ പൗരത്വം രേഖപ്പെടുത്തുന്നതിനുള്ള മറ്റൊരു രൂപമാണ്. ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ പുതുതായിട്ട് വരുമ്പോൾ വീണ്ടും നമ്മുടെ നാട് ആളുകൾ ഇത്തരത്തിലുള്ള ഫോം ഫില്ലിങ്ങിന് വേണ്ടിയും ഗവൺമെന്റ് ഓഫീസുകൾക്ക് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയാതെ അവരെപ്പോഴും ഈ നടപടിക്രമങ്ങളിൽ ചുറ്റിക്കറങ്ങി അവരുടെ ജീവിതം ഒടുങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ക്നാപ്പൻ പരിപാടി എന്നുള്ളത് ഒരു പ്രയോഗമാണ്. പണ്ടൊരു സാഹിബ് ഉണ്ടായിരുന്നു, ക്നാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അയാളുടെ യാതൊരു ഉപകാരമില്ലാത്ത പ്രക്രിയക്ക് ആളുകൾക്ക് വിളിച്ച പേരാണ് ക്നാപ്പൻ പരിപാടി എന്നുള്ളത്. തുഗ്ലക്കിന്റെ പരിഷ്കാരം പോലെ ഇത്തരത്തിലുള്ള ക്നാപ്പൻ പ്രൊജക്ടുകളായിട്ട് വരുമ്പോൾ വളരെ വലിയ തോതിലുള്ള ഒരു ജനകീയ മുന്നേറ്റം, അത് പ്രതിപക്ഷത്തിൽ നിന്നും ഭരണപക്ഷത്തിൽ നിന്നും, നിലവിൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജനങ്ങളെ വലക്കുന്ന, ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ മുന്നോട്ട് വരിക എന്നുള്ളത് ഒരു മനുഷ്യർക്കൊപ്പം, ഇടതുപക്ഷത്തിനൊപ്പം, ജനങ്ങളുടെ ഹൃദയപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് ഇടതുപക്ഷത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കേരളം പോലെയുള്ള, അതുപോലെ ഇടതുപക്ഷത്തിന് എവിടെയെങ്കിലും ഒരു അല്പം പിടിപാടുള്ള സംസ്ഥാനം ഉണ്ടെങ്കിൽ അത്തരം സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കാതിരിക്കാനുള്ള, ജനങ്ങളെ വീണ്ടും ഇത്തരം ഓഫീസ് ക്രയവിക്രയങ്ങളിൽ കുടുക്കിക്കൊണ്ട് അവരുടെ ജീവിത സന്ധാരണത്തിനുള്ള വഴികൾ മുടക്കുന്ന വിഷയങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഇടപെടണമെന്ന് ഓരോ പൗരന്മാരും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.